അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ഔട്ടിംഗ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് ശോഭ മാളിലേക്കാണ്. പോണ വഴിക്ക് ആകെ ലേറ്റ് നോക്കുമ്പോൾ ഏതൊരു പള്ളിത്തെ പെരുന്നാളാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ കയറിയത് ഒരു ഊച്ചിൻ്റെ ഷോപ്പിലേക്കാണ്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സെലിബ്രിറ്റീസ് വന്നിട്ട് ഇവിടുന്ന് ഊതുകളൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. സോ ഗായ്സ്, ഇവിടെ കയറിയപ്പോൾ തന്നെ ബുക്ക് വേൾഡിലേക്ക് കയറിയ പോയായിരുന്നു. ഇവിടുത്തെ കീച്ചൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള കീച്ചനായിരുന്നു. അപ്പോൾ ഇതിനെ വെറുതെ വിടുമോ, എന്തായാലും ഒരു ബുക്ക് വാങ്ങും. അപ്പോൾ അതിൻ്റെ ചുരുളിൽ ഇതും കൂടി ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും ഇത് എത്രമാത്രം ബുക്ക് വേൾഡ് അന്ന്. ഇങ്ങനെ അവിടുന്ന് ബുക്കും കീച്ചനൊക്കെ വാങ്ങിച്ചിറങ്ങി. പിന്നെ കയറിയത് ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്കായിരുന്നു. എനിക്ക് ഹീൽസ് ഇല്ല, സോ ഹീൽസ് നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു. സോ ഗൈസ്, ഈ ഒരു ഹീൽസ് വെയർ ചെയ്ത് നോക്കി. ഇപ്പോൾ സത്യം പറയാലോ തീരെ രസമില്ല. അതിനുശേഷം ഞാൻ വേറെ ഒന്നിനെ വെയർ ചെയ്ത് നോക്കി. അതും അത്ര കണ്ട് രസമൊന്നും ഉണ്ടായില്ല. ഇത് ഞാൻ വെയർ ചെയ്ത് നോക്കി. ഞാൻ ഉദ്ദേശിച്ചു വന്നത് ഫുൾ വൈറ്റ് ഹീൽസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമില്ല. പിന്നെ ഗൈസ്, ഇത് ഞാൻ കണ്ടു. സത്യം പറയാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ തേടി വന്നത് വൈറ്റ് ആയതുകൊണ്ട് ഇതെടുത്തില്ല. പിന്നെ ഗൈസ്, ഞങ്ങൾ കയറിയത് ഒരു സ്കൂൾ ആക്സസറീസ് കിട്ടുന്ന കടയിലാണ്. എല്ലാ സാധനങ്ങളും സ്കൂളിലേക്കുള്ളത് കിട്ടും. ഇവിടെ കണ്ടത് കൂടി എനിക്ക് എന്തെടുക്കണമെന്ന് അറിയില്ല. എല്ലാം അതും എനിക്കിഷ്ടപ്പെട്ടു. സഫയുടെ ഭാഗം സഫ ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട്, എൻ്റെ ഭാഗം ഞാൻ വേറെ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഗൈസ്, ഇവിടെ കാണുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാൻ ഭയങ്കര രസമുണ്ട്. കണ്ട് ഈ കുഞ്ഞെ കിറ്റീനൊക്കെ കാണാൻ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ എത്തിപ്പെട്ടത് പൗച്ചിൻ്റെ ഏരിയ തന്നെയായിരുന്നു. നല്ല രസമുള്ള പ്രിൻ്റാണ് ഇവിടുത്തെ. അതുകൊണ്ട് ഞാൻ ഇതിനെ വിട്ടില്ല. ഇതിനെ ഏറ്റവും ഫസ്റ്റ് കാണിച്ചില്ല, അത് ഞാനെൻ്റെ എടുത്തു. ബില്ല് ഇടുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സാധനങ്ങൾ പൊന്തി അതിന് മെയിൻ കാരണക്കാർ ഞാനും സഫയാണ്. പിന്നെ ഞാൻ എൻ്റെ പെയിൻറ്റിങ് സെക്ഷനിലെത്തി. അങ്ങനെ അവിടെ നിന്ന് അതൊരു വ്യത്യസ്തമായിട്ടൊരു ക്യൂട്ടായിട്ടുള്ള യൂണിക്കോൺസിനെ ഞാൻ കണ്ടുപിടിച്ചു. സഫ് എടുക്കണ ഈ സാധനം കണ്ടു. ഇതേ സെയിം സാധനം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ സാധനം വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 5-6 months ആയിട്ടുണ്ടാവും. ഇതുവരെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കിച്ചനാവട്ടെ എന്ന് വെച്ചിട്ട് കാത്തിരിക്കേ. അങ്ങനെ ഗൈസ്, ഇവിടുന്ന് ഞങ്ങളൊരു ബുക്ക് വാങ്ങിച്ച് നേരെ ഇങ്ങോട്ടല്ല ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്കും സഫയ്ക്കും റീലെടുക്കാൻ വേണ്ടിയിട്ട് സെയിം ടോപ്സ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ശോഭയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ശോഭനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടു. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പള്ളിയിലത്തെ പെരുന്നാളാണ്, അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. അങ്ങനെ നൈറ്റ് ഫുഡ് മെലോ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെറുതെ ഇരിക്കണ നേരം ഓരോ സാധനങ്ങൾ ഫോട്ടോ എടുത്ത് കളയുന്ന എൻ്റെ പണി. അങ്ങനെ എടുത്ത ഫോട്ടോ ആയിരുന്നു ഇത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞൊരു ഓൾഡ് ടൈം എടുത്ത പോലെ ഉണ്ട് അല്ലേ. അങ്ങനെ ഞങ്ങൾ കുത്തു പൊറോട്ടയും ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടവും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.